Hi everyone, this is me Casac Benjali. പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ, ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷോപ്പിനെ എങ്ങനെ ഒന്നിൽ നിന്ന് 100 ബ്രാഞ്ചാക്കി മാറ്റാം, ഒരു യൂണിറ്റിൽ നിന്ന് എങ്ങനെ 100 യൂണിറ്റ് ആക്കി എക്സ്പാൻഡ് ചെയ്യാം, അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ ബിസിനസ്സിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എൻ്റെ ഷോപ്പിൽ പോയില്ലെങ്കിൽ ഒരിക്കലും സെയിൽ നടക്കില്ല. മുമ്പൊരിക്കലും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ബിസിനസ് കോൺവെർസേഷനിൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഷോപ്പിൽ രാവിലെ 9 മണി മുതൽ ഒരു 12 മണി വരെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയുടെ സെയിൽ നടക്കും. എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു അത്യാവശ്യം കാരണത്താൽ ഷോപ്പിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽ ഒരു 60,000 മുതൽ 80,000 വരെ ആയിട്ട് ചുരുങ്ങും. എന്തുകൊണ്ടാണിത്? നിങ്ങൾ ഭയങ്കര മിടുക്കനായതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ മിടുക്കനല്ലാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾ മിടുക്കനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കുമ്പോൾ 2 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് 4 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കാൻ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രാപ്തമാക്കുമ്പോഴാണ് നിങ്ങൾ മിടുക്കനാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളോടുകൂടി ഇല്ലാണ്ടാവും. ഒരു ഗ്രേറ്റ് ബിസിനസ്മാൻ ചെയ്യേണ്ടത് എപ്പോഴും താൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന്, തൻ്റെ ബിസിനസ്സിൽ നിന്ന് തന്നെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, നിങ്ങൾ ഉണ്ടായാലേ നിങ്ങളുടെ ബിസിനസ് നടക്കൂ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ വാല്യൂ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ വാല്യൂ ചുരുങ്ങി പോകും. നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ് എത്രമാത്രം വളരുന്നോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാല്യൂഷനും ഉണ്ടാകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ CEO ആയിരുന്ന ബിൽ ഗേറ്റ്സ് 2008 CEO സ്ഥാനം വിട്ടെറിഞ്ഞ് പുറത്തു കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ കമ്പനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ കമ്പനി ഇന്നും ലോകത്തിലെ നമ്പർ 1 കമ്പനികളിൽ ഒന്നായി, $1 ട്രില്യൺ ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നായിട്ട് ഇന്നും അത് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റീവ് ജോബ് മരിച്ചിട്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നും ആപ്പിൾ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ്, $1 ട്രില്യൺ ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ്. ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻഡ്? റീപ്ലേസിംഗ് ഓൺട്രപ്രനർ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബിസിനസ് വളരുന്നത് തൻ്റെ പ്രസൻസ് ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ്. സോ നിങ്ങളെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന 6 സ്ട്രാറ്റജീസ് ആണ്, 6 സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. സ്ട്രാറ്റജി നമ്പർ 1, ലിസ്റ്റ് ഓൾ യുവർ ടാസ്ക് ആൻഡ് സ്കിൽസ്. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന എന്തൊക്കെ ടാസ്കുകളുണ്ട് അത് മുഴുവൻ ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് മുഴുവനും ലിസ്റ്റ് ചെയ്യുക. അത് കസ്റ്റമറെ ഫോൺ ചെയ്യലാകാം, സ്റ്റോക്ക് ഹാൻഡിലിംഗ് ആവാം, മീറ്റിംഗ് നടത്തലാവാം, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യലാവാം, സെയിൽസ് കോൾ ആകാം, എന്തുമാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അതിനെ മാറ്റി ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്ര നന്നായിട്ടല്ല, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങളല്ല അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾ, നിങ്ങൾക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് വേറൊരു ലിസ്റ്റിലേക്ക് മാറ്റി അത് എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും, മറ്റൊരാൾക്ക് അത് അസൈൻ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുഴുവൻ മറ്റ് ആളുകളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. സ്ട്രാറ്റജി നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ പ്രൊഡക്ടിവിറ്റി ഡ്യൂറേഷൻ. ഒരുപാട് എംപ്ലോയീസ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ 10 വർഷം 20 വർഷം നിൽക്കേണ്ടവരാണ്?
അല്ല. ചില റെസ്പോൺസിബിലിറ്റീസ്, ചില ഉത്തരവാദിത്തങ്ങൾ 6 മാസത്തേക്ക് മാത്രം നമുക്ക് അസൈൻ ചെയ്താൽ മതിയാവും. ചില ആളുകൾ ചില ജോബ് അയാൾ നമ്മുടെ കൂടെ ഇരുന്ന് 1 വർഷം നിൽക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ERP എക്സ്പേർട്ടിനെ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ കഴിഞ്ഞ 1 വർഷത്തെ 2 വർഷത്തെ 10 വർഷത്തെ ഡാറ്റ മുഴുവനായിട്ടും സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നു. അതൊരു 6 മാസത്തെ പ്രോജക്റ്റ് ആയിരിക്കും. സോ ഓരോ റെസ്പോൺസിബിലിറ്റിക്കും ഓരോ എംപ്ലോയിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി പീരിയഡ് ഉണ്ടാകും. ആ പ്രൊഡക്ടിവിറ്റി പീരിയഡ് അനലൈസ് ചെയ്ത് ഓരോരുത്തരുടെയും ഡ്യൂറേഷൻ ഇത്രയാണ്, ഇയാൾ ഇത്ര വർഷം കൊണ്ട്, ഇത്ര മാസം കൊണ്ട്, ഇത്ര പീരിയഡ് കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കുക. ചില പ്രോജക്റ്റ്, ചില റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ 20 വർഷം വർക്ക് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയും ഉണ്ടാക്കുക. നിലവിലുള്ള ആളുകൾ ഓരോരുത്തരെയും അനലൈസ് ചെയ്തിട്ട് 2 വർഷമാണെങ്കിൽ 2 വർഷം, 3 വർഷമാണെങ്കിൽ 3 വർഷം റീപ്ലേസ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക. Strategy number 3, understand the sales leaders and sales people. ഒരു നല്ല സെയിൽസ് ലീഡറുടെ പ്രത്യേകത എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരെ റിട്ടൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ സെയിൽസ് ഫോഴ്സിനകത്ത് നിങ്ങളുടെ ബിസിനസ് എത്ര ഗ്രോ ചെയ്യുകയാണെങ്കിലും സെയിൽസിന് ഒരിക്കലും തന്നെ അത് താഴ്ചയുണ്ടാകാൻ പാടില്ല. സെയിൽസിന് ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനാദ്യം ചെയ്യേണ്ടത് സെയിൽസ് ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ആ സെയിൽസ് ലീഡേഴ്സിലൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് പീപ്പിളിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെയിൽസ് ലീഡറുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും അത് ട്രെയിൻ ചെയ്യാനും അത് പഠിപ്പിക്കാനും അവരുടെ തന്നെ പ്രൊഡക്ടിവിറ്റി ബിൽഡ് ചെയ്യാനും കഴിവുള്ള ഒരാളാണ് ഒരു സെയിൽസ് ലീഡർ. നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യുന്നതിന് പകരമായിട്ട് സെയിൽസ് ലീഡേഴ്സിനെ ഹയർ ചെയ്യുക. കാരണം യു വിൽ ബി റിക്വയർഡ് യുവർ സെയിൽസ് ലീഡേഴ്സ് ഇൻ എവറി ബ്രാഞ്ചസ് ആൻഡ് എവറി യൂണിറ്റ്. സോ ഫോക്കസ് ഓൺ സെയിൽസ് ലീഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് sales people. You need sales people, of course, but more you need sales leaders. Number 4, identify the person who can maintain your organization culture. ഓരോ ഓർഗനൈസേഷനും ഒരു കൾച്ചറുണ്ട്. റിലയൻസിന് ഒരു കൾച്ചറാണെങ്കിൽ ടാറ്റയ്ക്ക് വേറൊരു കൾച്ചറാണ്. വിപ്രോ വർക്ക് ചെയ്യുന്നത് വേറൊരു വർക്ക് കൾച്ചറിലാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും അതുപോലെ തന്നെ യൂണിലിവർ ഇൻഡസ്ട്രീസും എല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള കൾച്ചറാണ്. നിങ്ങളുടെ സ്ഥാപനത്തിനകത്തും ഒരു വർക്ക് കൾച്ചർ ഉണ്ടാകും. എൻ്റെ സ്ഥാപനത്തിനകത്തും ഒരു വർക്ക് കൾച്ചറുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹൈറാർക്കി ഡിപ്പെൻഡഡ് അല്ല, ഞങ്ങൾ കുറെ കൂടെ റിലേഷൻഷിപ്പ് ഡിപ്പെൻഡഡ് ആണ്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഒരു വർക്ക് കൾച്ചറുണ്ട്. അപ്പം നിങ്ങളുടെ സ്റ്റാഫ്, നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങളുടെ 100 ബ്രാഞ്ചിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും എല്ലായിടത്തും ഒരേ വർക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാൻ തയ്യാറാക്കുകയും വേണം. കാരണം എല്ലാ ഓർഗനൈസേഷനും ഒരു കൾച്ചറല്ല, ആ കൾച്ചറാണ് ഒരു ഓർഗനൈസേഷനെ അതേ രീതിയിൽ മറ്റൊരിടത്തേക്കും ഒരുപാട് കാലത്തേക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. Then strategy number 5, write down policy, procedure and job description. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? റെസ്റ്റോറൻ്റ് ആണെങ്കിൽ, പ്രൊഡക്ഷൻ ആണെങ്കിൽ, സർവീസ് ആണെങ്കിൽ നിങ്ങളുടെ കീ ഏരിയാസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ എന്തൊക്കെയാണ്? അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന അതേ പ്രോസസ് ഡെലിവറി, അതേ ടേസ്റ്റ് ഫുഡ്, അതേ മാനുഫാക്ചറിങ് ക്വാളിറ്റി എങ്ങനെ മറ്റൊരു യൂണിറ്റിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ഡു ത്രൂ പോളിസി, പ്രൊസീജിയർ, ഓട്ടോമേറ്റഡ് സിസ്റ്റം ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ റോളിലുള്ള ആളുകൾ, ഓരോ പൊസിഷനിലുള്ള ആളുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്, എവിടെയാണത് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് ത്രൂ പോളിസി, ത്രൂ പ്രൊസീജിയർ, ത്രൂ ഓട്ടോമേഷൻ ആൻഡ് ത്രൂ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ you can duplicate your branch from 1 to 100. നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് 100 ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി നമ്പർ 6, ഡെവലപ്പ് ലീഡേഴ്സ്
to expand your business, you really need leaders. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു 100 വർഷം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എംപ്ലോയീസിനെയല്ല, ലീഡേഴ്സിനെയാണ്. ലോകത്തിലെ ഇന്നും ഏറ്റവും വലിയ കോർപ്പറേഷനുകളിൽ ഒന്നാണ് ജനറൽ ഇലക്ട്രിക്കൽസ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള കമ്പനി, ഇന്നും ഗ്ലോബലി ബിസിനസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ മാനുഫാക്ചറിങ് ലീഡേഴ്സ്. എപ്പോഴും ഒരു 3 ലൈൻ ലീഡേഴ്സ് റെഡി ആയിരിക്കും. ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാലും അതേ പൊസിഷൻ ഏറ്റെടുക്കാനുള്ള 2nd ലൈൻ, 3rd ലൈൻ, 4th ലൈൻ ലീഡേഴ്സ് റെഡി ആയിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെയും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, ഒരു 100 ബ്രാഞ്ചിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും നിങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് ലീഡേഴ്സിനെയാണ്. നിങ്ങൾ ലീഡേഴ്സിന് ഫോക്കസ് ചെയ്യുക. അതെങ്ങനെ ലീഡേഴ്സിന് ഫോക്കസ് ചെയ്യും? കൃത്യമായിട്ട് അവരുമായിട്ട് 1-to-1 മീറ്റിങ്ങിലൂടെ, അവരുമായിട്ടുള്ള കോൺവെർസേഷനിലൂടെ, ഇൻറ്ററാക്ഷനിലൂടെ, പലതരത്തിലുള്ള അനാലിസിസിലൂടെ, ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, വർക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പാൻഡ് യുവർ ബിസിനസ് to 100 units or 1000 units. This is the strategy to take your business to the 100 units. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച് ആൻഡ് സക്സസ് സ്ട്രാറ്റജിസ്റ്റ്. താങ്ക് യു.